ശ്രീ സന്ദീപ് വാര്യർ, ഇതിലെ ഒരു രാഷ്ട്രീയം എന്തായിരിക്കും? കാരണം വയനാട്ടിൽ നിന്നൊരു മന്ത്രി എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർത്തിക്കാട്ടേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ കനത്ത പരാജയത്തിന് ശേഷം ജനകീയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള വീഴ്ചയാണ് ഇത്തരത്തിലുള്ള പരാജയ കാരണം എന്ന് തന്നെയാണ് അവരുടെ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. ജനത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ജനത്തിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമായിരുന്നു എന്നുള്ളൊരു ഭാഷ്യം MP ഗോവിന്ദന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായി. അതുകൊണ്ട് വയനാട്ടിൽ നിന്നൊരു മന്ത്രി എന്നുള്ളത് ഒരു മുഖം രക്ഷിക്കൽ തന്ത്രം. പക്ഷേ അതോടൊപ്പം ഏതൊക്കെ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ നിലപാട് പോകേണ്ടത് അതിലധിഷ്ഠിതമായി തന്നെ കൊണ്ടുപോയേക്കാം എന്നുള്ള ഒരു ഹിഡൻ അജണ്ട അത് തന്നെയാണോ CPM ഉന്നം വയ്ക്കുന്നത്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് തോൽവി വലിയ തോതിൽ CPM-നെ ഉലച്ചിട്ടുണ്ട് എന്നുള്ളത് തർക്കമൊന്നുമില്ല. അവരതിൽ നിന്ന് ഇനിയും മുക്തി നേടിയിട്ടുമില്ല. പക്ഷെ തെറ്റിതിരുത്താൻ അവർ തയ്യാറായിട്ടുമില്ല. നോക്കൂ, ഇവിടെ ആദിവാസികൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തെ വിസ്മരിച്ചുകൊണ്ട് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ചിലർക്ക് വേണ്ടി മാത്രം അവരുടെ ഭരണവും ഭരണ സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങളൊക്കെ CPM-നെ ഉപേക്ഷിച്ചത് എന്ന് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. അവർ തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഇവിടെ നോക്കൂ, ഈ കേളുവിന്റെ മന്ത്രിസ്ഥാനം, വാസ്തവത്തിൽ കേളുവിന് മന്ത്രിസ്ഥാനം കൊടുത്ത് സംബന്ധിച്ച് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി വന്നിട്ടുള്ള അഡ്വക്കേറ്റ് ബൽദേവ് പറയുന്നത് എന്താണ്? അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് രാഷ്ട്രീയ പാർട്ടിയാണ്, കേളുവിന്റെ രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ തീരുമാനിക്കേണ്ടതെന്നാണ്. അങ്ങനെയല്ല, കേളുവിനെ മന്ത്രിയാക്കണം എന്നുള്ള നിലപാട് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സ്വീകരിക്കാം. പക്ഷേ കേളുവിന്റെ വകുപ്പുകൾ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രിയുടെ പ്രൊഗേറ്റീവാണ്. അതെങ്ങനെയാണ് പാർട്ടി തീരുമാനിക്കുന്നത്? അതുകൊണ്ട് തന്നെ ആ മുഖ്യമന്ത്രി ആ വകുപ്പുകൾ തീരുമാനിച്ച സമയത്ത് സ്വാഭാവിക നീതി എന്നുള്ളത് നേരത്തെ മന്ത്രിയായിരുന്ന രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളൊക്കെ കേളുവിനും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ മന്ത്രിയുടെയും കഴിവനുസരിച്ചാണ് വകുപ്പുകൾ കൊടുക്കുന്നത് എന്ന് ഇവിടെ ബലദേവ് പറഞ്ഞു. ഇവിടെ നേരത്തെ സംസാരിച്ച ശ്രീ MK ഹരിദാസ് അക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാണ് ശിവൻകുട്ടി എന്ത് കഴിവ് തെളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന് അത് വിശദീകരിക്കേണ്ടത് തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ബലദേവാണ്. അദ്ദേഹം ശ്രീ കടന്നപ്പള്ളിയുടെ ഉദാഹരണം പറഞ്ഞു. ആ വകുപ്പ് വാസ്തവത്തിൽ കടന്നപ്പള്ളിയുടെ പാർട്ടി വളരെ ശോഷിച്ച പാർട്ടി ആയതുകൊണ്ട് LDF വളരെ ചുരുങ്ങിയ ഒരു വകുപ്പ് മാത്രം കൊടുത്താണ്. അതായത് കടന്നപ്പള്ളി വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ്, ഒരു സീനിയർ പൊളിറ്റിക്കൽ ലീഡർ ആണെന്നുള്ളത് തർക്കമൊന്നുമില്ല, ഒരു വെറ്ററൻ ലീഡർ ആണെന്നുള്ളത് തർക്കമൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം മാത്രമുള്ള ഒരു പാർട്ടിയാണ്. അപ്പൊ അദ്ദേഹം മാത്രമുള്ള പാർട്ടിക്ക് ഒരു വകുപ്പ് കൊടുക്കാൻ തീരുമാനിച്ചപ്പോ അത് ഏറ്റവും ചെറിയ വകുപ്പ് കൊടുത്ത് ഒതുക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്തത്. അതല്ലാതെ അതും അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയുമായി ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി സൃഷ്ടിച്ചതായതുകൊണ്ടാണ് LDF അത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഇവിടെ കേളുവിന്റെ കഴിവ് കുറവായതുകൊണ്ടാണ് കേളുവിനെ ഒരു വകുപ്പ് മാത്രമാക്കി ചുരുക്കിയത് എന്നാണ് അഡ്വക്കേറ്റ് ബലദേവ് പറഞ്ഞതിന്റെ വ്യംഗ്യാർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് ആദിവാസി ജനവിഭാഗങ്ങളോടുള്ള കടുത്ത അവഹേളനവും വലിയ തോതിലുള്ള അവരോടുള്ള പുച്ഛവുമാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. CPM ആദിവാസി വിഭാഗങ്ങളെ എപ്രകാരമാണ് കാണുന്നത്? അവരുടെ കഴിവുകളെ, അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ലിനെയൊക്കെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടല്ലേ CPM ഇത്തരം നിലപാടെടുക്കുന്നത്? ഇവിടെ കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങളെ ഈ ദുരിതക്കയത്തിലാക്കിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ തന്നെ ഭരണ വൈകല്യങ്ങളല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ തോതിൽ കൊട്ടിഘോഷിക്കുന്ന ഭൂപരിഷ്കരണമല്ലേ ആദിവാസികൾക്ക് ഇന്നും പട്ടയമില്ലാതെ വയനാട്ടിൽ ഈ കേളു വരുന്ന മാനന്തവാടിയിൽ ഉൾപ്പെടെ എന്തിനാണ് ആദിവാസികൾ ഇന്നും സമരഭൂമിയിൽ ഇരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആദിവാസികൾക്ക് ഇനിയും ഭൂമി കിട്ടാതെ മാനന്തവാടിയിലും കൽപ്പറ്റയിലും അതല്ലെങ്കിൽ ബത്തേരിയിലും ഒക്കെ ആയിരക്കണക്കിന് ആദിവാസികൾ ഇന്നും എന്തിനാണ് സമരഭൂമിയിൽ കുടിലുകെട്ടി താമസിക്കുന്നത്? എത്ര വർഷങ്ങളായി? എന്തുകൊണ്ടാണ് അവർക്ക് പട്ടയം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിയാതെ പോകുന്നത്? അപ്പൊ ഭൂപരിഷ്കരണത്തിന് മുമ്പ് ധാരാളം ഭൂമി കൈവശം ഉണ്ടായിരുന്ന ആദിവാസികളെ ഭൂമി മുഴുവൻ അവരുടെ കൈവശം രേഖയില്ല എന്നതിന്റെ പേരിൽ സർക്കാർ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ആദിവാസി കൈകളിൽ രേഖകൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ രേഖയില്ലാത്ത ഭൂമി മുഴുവൻ മിച്ചഭൂമിയാണെന്ന പേരിൽ സർക്കാർ പിടിച്ചെടുക്കുകയും ആദിവാസികളെ ഭൂരഹിതരാക്കുകയും ചെയ്തതിനു ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് ഇപ്പൊ കേളുവിനൊരു മന്ത്രിസ്ഥാനം കൊടുത്ത് ഞങ്ങൾ ഇതാ ഇവിടെ പുരോഗമനത്തിന്റെ വക്താക്കളായേ എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആദിവാസികളെ അധിക്ഷേപിക്കുന്നതാണ്. മറ്റൊന്ന്, ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെ പോലെ ഒരു ഗോത്രവർഗ വനിത മത്സരിച്ച സമയത്ത് കേളു ഉൾപ്പെടെയുള്ള കേരളത്തിലെ ആദിവാസി വിഭാഗം തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആർക്കാ വോട്ട് ചെയ്തത്? അവരാർക്കാ? CPM-ന്റെ ആളുകൾ ആർക്കാ വോട്ട് ചെയ്തത്? കോൺഗ്രസ് ആർക്കാ വോട്ട് ചെയ്തത്? ഇവരെല്ലാവരും വോട്ട് ചെയ്തത് RSS ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരു ബ്രാഹ്മൺ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? BJP-യിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ജസ്വന്ത് സിംഗിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി, യശ്വന്ത് സിംഗിനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി അവർക്ക് വോട്ട് ചെയ്തതല്ലേ നിങ്ങൾ ചെയ്ത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ചെയ്തത്? അപ്പൊ നിങ്ങൾക്ക് ഈ രാജ്യത്തെ ആദിവാസി ജനവിഭാഗങ്ങളോടുള്ള പരമ്പരാഗതമായിട്ടുള്ള പുച്ഛം, അവരുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായ്മ, ഇതൊക്കെ തന്നെയാണ് ഈ കേളുവിനുള്ള മന്ത്രിസ്ഥാനത്തിലും സൂചിപ്പിക്കുന്നത്.
ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യാൻ മാത്രമൊന്നും കേളു വളർന്നിട്ടില്ല എന്നാണ് ബലദേവ് സൂചിപ്പിക്കുന്നത്. അതിന് പിന്നിലുള്ളത് തികഞ്ഞ ജാതീയമായിട്ടുള്ള അതല്ലെങ്കിൽ ആദിവാസി ജനവിഭാഗങ്ങളോടുള്ള അങ്ങേയറ്റത്തെ വിവേചനവും പുച്ഛവുമാണ്. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതെ, ശ്രീ ബൽദേവ്, അങ്ങനെ തന്നെയല്ലേ? എത്രമാത്രം തെറ്റായ ഒരു സന്ദേശമാണ് ഇതിലൂടെ പൊതുസമൂഹം ഉൾക്കൊള്ളുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് നൽകുന്നത്? ആദ്യം ഞാൻ പറഞ്ഞോട്ട്, ഞാൻ പറയാത്ത കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സാധ്വി വാര്യർ പറഞ്ഞു. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല കേളുവിന് കഴിവില്ലാത്തതുകൊണ്ടാണ് ആ മന്ത്രിസ്ഥാനം കുറിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അവരുടെ തീരുമാനമാണ്. പറഞ്ഞത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നതാണല്ലോ. എന്ന് ഞാനൊരു വാക്ക് അങ്ങ് പറഞ്ഞത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുകൾ കൊടുക്കുന്നതെന്നാണ് പറഞ്ഞില്ല. എന്റെ ചർച്ച എടുത്തു നോക്കുക, ആ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സാധ്വി വാര്യർ ഉപയോഗിച്ചു. ഞാൻ അങ്ങനെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് വകുപ്പുകൾ കൊടുക്കുന്നതാണ്. എന്റെ ചർച്ചയിലില്ല, വേണമെങ്കിൽ മൊത്തം നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ശ്രീ സാധ്വി വാര്യർ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് കയറേണ്ടെന്ന് വിചാരിച്ചാൽ ഞാനൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് ഗവൺമെന്റ് CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ പാർട്ടി തീരുമാനിക്കും. ശരിയാണ്, സാധ്വി വാര്യർ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിക്ക് അതിന് അധികാരമുണ്ട്, വകുപ്പുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അദ്ദേഹമാണ്. ഒരിക്കലും ഞാൻ കഴിവിന്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ല. കാര്യം അദ്ദേഹം നേരത്തെ MLA ആയിട്ടിരുന്ന ആളാണ്. അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ ആയിട്ട് ഒത്തിരി സ്ഥാനങ്ങളൊക്കെ ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് കഴിവില്ലെന്നൊന്നും ഞങ്ങളാരും പറയത്തില്ല. CPM നേതൃത്വവും അത് പറഞ്ഞിട്ടില്ല. പാർട്ടി സെക്രട്ടറി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് കഴിവില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നില്ല? അതല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു മന്ത്രി, ഞാൻ ഉദാഹരണത്തിന് രാമചന്ദ്രൻ കടന്നപ്പള്ളി, അദ്ദേഹത്തിന്റെ പാർട്ടി ചെറുതാണെങ്കിൽ അതിനേക്കാൾ ചെറിയ പാർട്ടിയുടെ നേതാവിൽ നിന്നാണ് ആ വകുപ്പെടുത്തത്. മറ്റേ പാർട്ടി പേപ്പറിലുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ പാർട്ടിക്ക് 14 ജില്ലയിലും ചെറിയ ചെറിയ കമ്മിറ്റികളെങ്കിലും ഉണ്ട്. മറ്റേ പാർട്ടിക്ക് അതുപോലും ഇല്ല. അദ്ദേഹത്തിൽ നിന്നാണ് വകുപ്പെടുത്ത് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന ഏറ്റവും സീനിയർ നേതാവ് കൊടുത്തത്. ഈ മന്ത്രിസഭയിലെ അല്ലെ കേരളത്തിലാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സീനിയർ നേതാക്കന്മാരിൽ ഒരാളാണ്. അദ്ദേഹത്തെ തങ്ങൾ സീനിയർ നേതാവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. ആന്റണിയെക്കാളൊക്കെ ഒരുപക്ഷെ അദ്ദേഹം സീനിയർ ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ അങ്ങനെ വകുപ്പെടുത്ത് കൊടുക്കും, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ നമ്മൾ പറയാത്ത കാര്യങ്ങൾ, ഈ കേരളത്തിലെ അടിമകൾക്കായാലും അല്ലെങ്കിൽ കുടിയാനന്മാർക്കായാലും മിച്ചഭൂമി സമരം ചെയ്യുകയും മുതലാളിമാരുടെയും ജന്മിമാരുടെയും കയ്യിലിരുന്ന ഭൂമി പിടിച്ചെടുത്ത് സാധാരണക്കാരനും പാട്ടം കിടക്കുന്നവനും കുടികിടപ്പുകാരനും ഒക്കെ കൊടുത്തത് 57 മുതലുള്ള EMS മന്ത്രി, ആ ലാൻഡ് റിഫോംസ് ആക്ട് ആയാലും ജന്മി കുടിയാൻ നിയമം കൊണ്ടുവന്നതല്ല കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളാണ്. അത് കൊണ്ടുവന്ന് നടപ്പിലാക്കുകയും എന്നും പാട്ടം കിടന്നയായിരുന്നു. 3 സെന്റിലും 4 സെന്റിലും കുടിയാന്മാരായിരുന്നു. ആ ജന്മി കുടിയാൻ വ്യവസ്ഥ എടുത്തു കളഞ്ഞ് കുടികിടപ്പുകാരന് അവന്റെ ഭൂമി കൊടുത്തതൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റ് അല്ലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ തർക്കത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഈ തെരഞ്ഞെടുപ്പുമായി ചില ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കേന്ദ്രത്തിൽ നമുക്കിപ്പോ 71 മന്ത്രിമാരുണ്ട്. ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി BJP എന്ന കാര്യം തെറ്റ് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് വരുമ്പോൾ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു, അമിത്ഷാ ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു, ഇപ്പോഴിരിക്കുന്ന രാജ്നാഥ് സിംഗ് നേരത്തെ വാജ്പേയി മന്ത്രിസഭയിലാണ്. അങ്ങനെ കഴിവുള്ളവരൊക്കെ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് റാങ്കിലേക്ക് വന്നു. പക്ഷെ ഒരു ചോദ്യം എനിക്ക്, ഇന്ത്യയിൽ 20 കോടി ഉള്ള മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ 71 മന്ത്രിമാരെടുത്തപ്പോൾ ഇതിനകത്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഏകദേശം 10 മന്ത്രിമാർ കിട്ടും. ഒരു മന്ത്രിമാര് പോലും ഇല്ല. തിരിച്ചു പറയാം, ഒരു MP പോലും ഇല്ല, മുസ്ലിം MP ഇല്ലെന്ന്. കഴിഞ്ഞ മന്ത്രിസഭയിൽ ആ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി ഉണ്ടായിരുന്നു, മുക്താർ അബ്ബാസ് നബി. അദ്ദേഹം ഒരു ലോക്സഭാ മെമ്പർ ആയിരുന്നില്ല. അദ്ദേഹത്തിന് 2016-22 രാജ്യസഭയിലേക്ക് എടുത്ത് അദ്ദേഹത്തിന് കേന്ദ്രത്തിലെ ന്യൂനപക്ഷ മന്ത്രിയാക്കുകയായിരുന്നു. ഒന്നത്. ഇപ്പോഴും തീർച്ചയായിട്ടും നിങ്ങൾ കേരളത്തിൽ തന്നെ മുസ്ലിം നേതാവുണ്ടല്ലോ, ഒരു മുൻ MLA ഉൾപ്പെടെ അബ്ദുള്ള കുട്ടി ഉൾപ്പെടെയുള്ളവര് BJPയുടെ ദേശീയ നേതാവാണ് അദ്ദേഹം. അപ്പൊ എന്തുകൊണ്ട് രാജ്യസഭയിലേക്ക് അങ്ങനെ എടുത്തില്ല? വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായത് രാജ്യസഭ MP ആയിട്ടാണ്. രാജഗോപാൽ കേന്ദ്രമന്ത്രിയായത് രാജ്യസഭ MP ആയിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജോർജ് കുര്യനെ എടുത്തല്ലേ, ശരിയാണ്, കേരളത്തിൽ ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ കുറെ അധികം വോട്ട് BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ജോർജ് കുര്യന്റെ മന്ത്രി, അദ്ദേഹം നമ്മളൊരു മലയാളത്തിലൊക്കെ നമുക്കൊരു ചൊല്ലുണ്ട്, പ്രസവെടുക്കാൻ വന്ന സ്ത്രീ ഇരട്ട പ്രസവിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ ചെന്നത് ഇത് കാണാനായിട്ടാണ്, സത്യപ്രതിജ്ഞ കാണാൻ ചെന്ന അദ്ദേഹത്തിന് മന്ത്രിയൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ ഈ ഇത്രയും 20 കോടിയോളം വരുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ, ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നല്ലോ. ഇതുപോലെ ആരെങ്കിലും രാജ്യസഭയിലേക്ക് എടുത്തുകൊണ്ട് മന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് മറ്റൊരു പാർട്ടി ചോദ്യം ചെയ്യേണ്ട കാര്യമല്ല. അത് BJP എന്ന പാർട്ടിയും അതിന്റെ നേതൃത്വവുമാണ് ആരെയൊക്കെ 71 മന്ത്രിമാരെ എടുത്തപ്പോൾ അതിനകത്ത് എത്ര ക്രിസ്ത്യൻ മന്ത്രിയുണ്ട്, എത്ര മുസ്ലിം മന്ത്രിയുണ്ട്, എത്ര ഈഴവ മന്ത്രിയുണ്ട്, അല്ലെ പിന്നോക്ക മന്ത്രിയുണ്ട്. ഇതൊന്നും മറ്റ് പാർട്ടിക്കാരുടെ തർക്ക വിഷയമല്ല. അവരാരും അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല. എന്തുകൊണ്ട് നിങ്ങളൊരു മുസ്ലിമിനെ മന്ത്രിയാക്കുന്നില്ല എന്ന് ഇവിടുത്തെ ഇടതുപക്ഷക്കാരൊന്നും അതിനെക്കുറിച്ച് യാതൊന്നും ചോദിച്ചതുമില്ല. പിന്നെ കഴിഞ്ഞ പരാജയത്തെക്കുറിച്ച് വരെ ശരിയാണ്, ഇടതുപക്ഷത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന തലത്തിലായാലും മറ്റു പലയിടത്തായാലും പരാജയം സംഭവിച്ചിട്ടുണ്ട്.
നിങ്ങൾക്കും അതുപോലെ വലിയ പരാജയം നിങ്ങളുടെ ഈറ്റില്ലത്തിലൊക്കെ സംഭവിച്ചില്ലേ? ഉത്തർപ്രദേശിൽ നിങ്ങൾ അതിദയനീയമായിട്ട് പരാജയപ്പെട്ടില്ലേ? മഹാരാഷ്ട്രയിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ? എന്തിന് ഈ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന ഫൈസാബാദിൽ നിങ്ങൾ അതിദയനീയമായിട്ട് പരാജയപ്പെട്ടില്ലേ? അപ്പോൾ പരാജയമൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാവും. അതിനകത്തൊന്നും തർക്കമില്ല. 2 MP നിന്ന് വളർന്നു വന്ന BJP ഒറ്റയ്ക്ക് ഭരിക്കുന്ന ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പോൾ അവരുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ശ്രീ ബൽദേവ്, അപ്പോഴും ഉയർന്ന ചോദ്യം, താങ്കൾ ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭയുടെ കാര്യം സൂചിപ്പിച്ചപ്പോൾ പോലെ തന്നെയാണ് കേരളത്തിലെ നിയമസഭയിൽ വയനാട്ടിൽ നിന്നുള്ള ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി അത് വലിയ അഭിമാനപൂർവ്വം പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ആ വകുപ്പുകൾ കൂടി ഏൽപ്പിക്കുന്നതല്ലായിരുന്നു അഭികാമ്യം എന്നുള്ളതാണ്. ഒരു മന്ത്രി, ഞങ്ങൾ ഇതാ മന്ത്രിയെ കൊണ്ടുവന്ന് വെച്ചില്ലേ, വയനാട്ടിൽ നിന്ന് ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രിയെ കൊണ്ടുവന്ന് വെച്ചില്ലേ എന്ന് മാത്രമാണ് ഊറ്റം കൊള്ളുന്നത്. പക്ഷേ വകുപ്പുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രിയിൽ നിന്ന് ഈ വകുപ്പുകളൊക്കെ മാറ്റിയാണ് പുതിയ മന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അവിടെയാണ് ചോദ്യം. വീണ്ടും വീണ്ടും അതുമാത്രമാണ് ന്യായീകരിക്കേണ്ടത് ആയി വരുന്നത് CPM-ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ രോഹിണി, കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ എന്ന് പറയുന്നത് ആർ ശങ്കർ ആയിരുന്നു. 1962-67 ആർ ശങ്കറാണ് ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി. പെട്ടെന്നാണ് പിള്ള രാജിവെച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി. അന്നത്തെ മന്ത്രി K. കുഞ്ഞമ്പു. അദ്ദേഹത്തിന് കൊടുത്ത് അന്ന് 11 മന്ത്രിമാരേ ഉള്ളൂ, 123 MLA-മാരേ ഉള്ളൂ. 11 മന്ത്രിമാര്. അതിനകത്ത് ഹരിജൻ വെൽഫെയർ എന്നൊരു വകുപ്പാണ് അദ്ദേഹത്തിന് കൊടുത്തത്. അഡീഷണൽ ആയിട്ട് കാഴ്ച ബംഗ്ലാവ് കൊടുത്തു, കുഞ്ഞാമ്പുവിന് കൊടുത്തത്. ഇത് അന്നത്തെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയിലായിരുന്നു. കുഞ്ഞാമ്പു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മറ്റു നിരവധി വകുപ്പുകൾ കൊടുക്കാഞ്ഞത്? ഹരിജൻ വെൽഫെയർ എന്നൊരു മാത്രം കൊടുത്ത് 2011-16 വയനാട്ടിൽ നിന്ന് ജയിച്ചു വന്ന ജയലക്ഷ്മിക്ക് SC/ST വകുപ്പ് കാഴ്ച ബംഗ്ലാവ് ജയലക്ഷ്മിക്കാണ് കൊടുത്ത, കുഞ്ഞമ്പുരൻ കൊടുത്തത്. ആന്റണി മന്ത്രിസഭയിൽ ആദ്യം കൊടുത്തത് SC/ST വകുപ്പ് മാത്രമാണ് കൊടുത്തത്. കാഴ്ച ബംഗ്ലാവ് അല്ല, അവിടെയൊക്കെ ആ തീരുമാനം എടുക്കുന്നതിന് പിന്നിൽ മുന്നണി കൂടി ചേർന്ന് മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ വേണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലേ ശ്രീ ബൽദേവ്? അതല്ലല്ലോ ഇവിടെ കെ രാധാകൃഷ്ണന്റെ ഒഴിവിലേക്ക് OR കേളുവിനെ പരിഗണിക്കുമ്പോൾ നല്ലത്. പക്ഷേ എന്തുകൊണ്ട് കെ രാധാകൃഷ്ണന്റെ വകുപ്പുകൾ അങ്ങനെ കൈമാറുന്നില്ല, അപ്പാടെ കൊടുക്കുന്നില്ല? അവിടുന്ന് ദേവസ്വം എടുത്തു മാറ്റുന്നു. ആ ദേവസ്വം എന്നുള്ളതാണ് വിഷയം. കാരണം നമുക്കറിയാം, കുറച്ച് നാളുകൾക്ക് മുൻപ് കെ രാധാകൃഷ്ണൻ ഒരു പരാമർശം നടത്തിയിരുന്നു. താൻ ജാതി വിവേചനം നേരിട്ടിട്ടുള്ള ആളാണ് എന്നുള്ളത് പയ്യന്നൂരിൽ വെച്ച് അദ്ദേഹം ഒരു പരാമർശം നടത്തിയിരുന്നു. വാസ്തവത്തിൽ CPM ഈ പുരോഗമനവും നവോത്ഥാനത്തിലുമൊക്കെ ഊറ്റം കൊള്ളുന്നവരാണെങ്കിൽ ഇപ്പോൾ OR കേളുവിന് ആ കെ രാധാകൃഷ്ണന്റെ അതേ വകുപ്പുകൾ നൽകുന്നതിലൂടെ കെ രാധാകൃഷ്ണന്റെ അഭിമാനം കൂടി ഉയർത്തുന്ന രീതിയിലേക്കല്ലേ പോകുന്നത്? ഇവിടെ OR കേളുവിന് വകുപ്പുകൾ കൈമാറുമ്പോൾ ദേവസ്വം എടുത്തു മാറ്റിക്കൊണ്ട് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയായി മാത്രം നിലനിർത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മന്ത്രിമാരെയും 2 വ്യക്തികളെയും ഒരുപോലെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? അല്ല, അത് തെറ്റായ ഒരു കാഴ്ചപ്പാടാണ്. കാരണം ഈ മന്ത്രിസഭയുടെ തലപ്പത്തിരിക്കുന്നവരാ തീഴവനാണ്, പിന്നോക്ക സമുദായക്കാരനാണ്. ഒരു ചെത്തുകാരന്റെ മകൻ ആണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ട്. അപ്പോൾ അത് സാമുദായിക പ്രശ്നമുണ്ടെങ്കിൽ CPM എന്ന് പറയുന്ന പാർട്ടി ശരി, അതുമ്പേ ബഹുമാനപ്പെട്ട MK ഹരിദാസ് പറഞ്ഞല്ലോ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കില്ല, ശരിയാണ്. പക്ഷെ ഇപ്പോഴിരിക്കുന്ന മുഖ്യമന്ത്രി നേരത്തെ VS അച്യുതാനന്ദൻ, അദ്ദേഹം ഒരു തയ്യൽ തൊഴിലാളി മറ്റുമായിരുന്നു. ഇപ്പോഴിരിക്കുന്ന ഒരു ചെത്തുകാരന്റെ മകനായിരുന്നു, പിന്നോക്ക സമുദായമായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ആ വർണ്ണ വിവേചനമൊന്നും കണ്ടില്ലല്ലോ. ഒരു ഉന്നത കുലജാതനെ കൊണ്ടുവന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കാൻ നിന്നില്ലല്ലോ. അദ്ദേഹം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരു ചെത്തുകാരന്റെ മകനായിട്ട് വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ? ദേവസ്വം വകുപ്പ്. ദേവസ്വം എന്ന് പറയുമ്പോൾ അത് മുന്നോക്ക സമുദായത്തിൻ്റെതാണ് എന്നൊരു വകുപ്പുണ്ട്. അങ്ങനെ ഒരു കാഴ്ചപ്പാട്. കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പലപ്പോഴും ആകുന്നത് എങ്ങനെയാണ്? പല ദേവസ്വം ഇപ്പൊ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മെമ്പർമാരാകുന്നത്, ഇതൊക്കെ പിന്നെ ക്ഷേത്രങ്ങൾ കൂടുതലും ഭരിക്കുന്നത് മുന്നോക്ക സമുദായക്കാരാണ്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിൽക്കുമ്പോൾ ഒരു പട്ടികജാതിക്കാരൻ അവിടെ ഇരുന്നപ്പോൾ ശരിയാണ് രാധാകൃഷ്ണൻ പറഞ്ഞ ശരിയാണ്, അദ്ദേഹത്തിന് ഒരു പക്ഷേ അങ്ങനെയുള്ള അവഗണന ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നെങ്കിൽ, മുന്നോക്ക സമുദായക്കാരെ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് ഈ ഗവൺമെന്റ് കൊടുക്കണ്ടായിരുന്നു. പിണറായി വിജയനെ കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കണ്ടായിരുന്നു. മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തര വകുപ്പോട് പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹമല്ലേ പ്രധാനപ്പെട്ട വകുപ്പുകൾ എല്ലാം കൈകാര്യം ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ജാതി വിഭജനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയല്ലേ വരൂ ശ്രീ ബൽദേവ്. ഇപ്പോൾ മുന്നണി എന്നൊരു സംവിധാനമുണ്ടോ? പിണറായി തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തുന്ന ഒരു ആധിപത്യത്തിലേക്കും ഏകാധിപത്യ ശൈലിയിലേക്കുമല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? അതല്ലേ അതിന്റെ വാസ്തവം? ആർക്കെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ ശബ്ദിക്കാനുള്ള സ്വന്തം മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയല്ലേ? എത്ര തവണ അത് വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട രോഹിണി, അത് എന്റെ പ്രിയ സുഹൃത്ത് സാധ്യവാരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം. കാരണം
കഴിഞ്ഞ 10 വർഷം കേന്ദ്രം ഭരിച്ചിരുന്ന BJP ഗവൺമെന്റ് അതിന് പേര് പോലും മോഡി ഗവൺമെന്റ് എന്നായിരുന്നു. മറ്റ് കൂടെ നിൽക്കുന്ന ഘടകകക്ഷികൾക്ക് പോലും ഒരു അക്ഷരം മിണ്ടാനുള്ള അവകാശമില്ലായിരുന്നു. ഇപ്പോഴാണ് മുന്നണിയുടെ പിൻബലം വേണ്ടി വന്നപ്പോൾ മോഡി ഗവൺമെന്റ് എന്നുള്ള പേര് മാറ്റി NDA ഗവൺമെന്റ് മാറ്റിയത്. പിന്നെ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയായിരുന്നല്ലോ, ഇത് എന്റെ മോഡീസ് ഗ്യാരണ്ടി, അങ്ങനെയാണോ പറയേണ്ടത് പ്രധാനമന്ത്രി പറയേണ്ടത്? ഇത് BJPയുടെ ഗ്യാരണ്ടി എന്ന് പറയാം, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി എന്ന് പറയാം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ സംസാരിക്കുന്നത് മോഡി ഗ്യാരണ്ടി തന്നെ. അങ്ങനെയൊന്നും പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല. എന്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, എന്റെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലോക്സഭാ ഇലക്ഷന് ശേഷം അദ്ദേഹം ഒരിക്കൽ പോലും ഇത് മോദി ഗ്യാരണ്ടി എന്നോ മോഡി ഗവൺമെന്റ് എന്നോ അദ്ദേഹം ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല. അപ്പൊ ആ ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്. ഞങ്ങൾ ഒരിക്കലും ഇത് പിണറായി വിജയൻ ഗവൺമെന്റ് എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ പേരെടുത്ത് പറയും, പക്ഷെ പിണറായി വിജയൻ എങ്ങും പറഞ്ഞിട്ടില്ല ഇത് എന്റെ ഗവൺമെന്റ് ആണ്. പിന്നെ ഘടകകക്ഷികളുടെ വകുപ്പിലൊന്നും അദ്ദേഹം ഇടപെടില്ല, അത് അവര് തന്നെയാണ് തീരുമാനിക്കുന്നത്. വകുപ്പുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം, എന്തൊക്കെ ചെയ്യണം. പിന്നെ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അങ്ങനെ വരുമ്പോൾ ഈ മന്ത്രിമാരെല്ലാം കൂടെ കൂടിയാലോചിച്ചാണ് എല്ലാ കാര്യങ്ങളും ഇടപെടുന്നത്. അതിനകത്ത് തീർച്ചയായിട്ടും അതിന്റെ നാഥൻ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിക്ക് അതിൻ്റെതായിട്ടുള്ള വിവേചനാധികാരം ഉണ്ടാവും. ആളാർ ഈക്വൽ എന്നാണ് പറയുന്നത്, എല്ലാവർക്കും തുല്യ അധികാരം എന്നാണ് പറയുന്നത്. പക്ഷേ ആ തുല്യ അധികാരത്തിൽ അല്പം മുന്നിൽ നിൽക്കുന്ന ആളാണ് മുഖ്യമന്ത്രിയെ കുറിച്ച് പറയുന്നത്. അധികാരം തുല്യമാണ്. ഒരിക്കൽ പോലും ഞങ്ങളാരും ഇത് പിണറായിയുടെ ഗവൺമെന്റ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റാണ്. CPM അതിന് നേതൃത്വം നൽകുന്നു. പിണറായി വിജയൻ ഒരിക്കലും എന്റെ ഗ്യാരണ്ടി എന്നോ ഞാൻ ഗ്യാരണ്ടി എന്നോ എന്റെ ഗവൺമെന്റ് എന്നോ ഒന്നും അങ്ങനെ ഒരു വാചകമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനെ ഒരു വർണ്ണവിവേചനമായിട്ട് ഇതിനെ ആരും ചിത്രീകരിക്കേണ്ട, അങ്ങനെ ചിത്രീകരിക്കേണ്ട ഒരു കാര്യമില്ല. കേരളത്തിൽ നിരവധി പ്രാവശ്യം ഇതുപോലെ മന്ത്രിമാർ മാറി വന്നപ്പോൾ വകുപ്പുകൾ എടുത്തു മാറ്റുകയും മറ്റു വകുപ്പുകൾ കൊടുക്കുകയും ഒരിക്കലല്ല നിരവധി പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നും അല്ല.